സ്റ്റാർട്ട് ചെയ്യാം. ഇത് റീസെന്റ് ആയിട്ട് നടന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ 2023 നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. ദി വാല്യൂ ഓഫ് ബോർ റേഡിയസ് ഈസ് ഡാഷ്. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബോർ റേഡിയസ് എന്റെ വാല്യൂ എത്രയാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മളത് ആക്ച്വലി ബോർ ആറ്റം മോഡലിനകത്ത് പഠിക്കുന്നതിന് അത് മാത്രമല്ല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എനർജി ഓഫ് പെർട്ടിക്കുലർ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റിനും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ ആർക്കെങ്കിലും പറയാമോ? കറക്റ്റ് ആൻസർ ആർക്കെങ്കിലും അറിയുമോ? ഓക്കെ, ഞാൻ തന്നെ ചെയ്ത് കാണിക്കട്ടെ. ഇപ്പൊ നമ്മളുടെ ബോർ റേഡിയസ് അല്ല, നമ്മളുടെ റേഡിയസ് ഓഫ് ആൻ ഓർബിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു? അത് ബോർ ആറ്റം മോഡലിന്റെ ആ ഒരു പോസ്റ്റേറ്റ്സിനകത്ത് വരുന്നതാണ്. എന്തായിരുന്നു ഇക്വേഷൻ? Rn is equal to, നടന്നുപോയോ? Rn is equal ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ആയത് ഒരാഴ്ച ആയതേ ഉള്ളൂ. Rn is equal to A0 into n സ്ക്വയർ. ഓർക്കുന്നുണ്ടോ ഇക്വേഷനും എനർജി ഇക്വേഷൻ ഞാൻ ഒരുപാട് തവണ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇക്വേഷൻ നമ്മൾ മറക്കാൻ പാടില്ല. റേഡിയസ് ഓഫ് ആൻ ഓർബിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് A0 n സ്ക്വയർ. പക്ഷെ ബോർ റേഡിയസ് നമ്മൾ കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? n is the പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 1, 2, 3, 4 എക്സെട്ര ആണ്. അപ്പൊ ബോർ റേഡിയസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഓർബിറ്റില്ലേ കെ എന്ന് പറഞ്ഞ ഷെല്ല്, ആ ഫസ്റ്റ് ഓർബിറ്റ് അല്ലെങ്കിൽ n is equal to 1 വരുന്ന ഓർബിറ്റിനെ വിളിക്കുന്ന പേരാണ് ബോർ റേഡിയസ്. ദെൻ A0 എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്തുവായിരുന്നു? 52.9 പൈക്കോമീറ്റർ ആണ് അല്ലെ? ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ്. പിന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? R1 ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് ഓർബിറ്റ് ആണ് ബോർ റേഡിയസ്. ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ബോർ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ A0 52.9. ഇനി നമുക്ക് ആൻസറിൽ നോക്കിയ യൂണിറ്റ് പൈക്കോമീറ്ററിലാണോ? അല്ല, എല്ലാം മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ പൈക്കോമീറ്ററിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാല് 10⁻12 മീറ്റർ ആണ് കേട്ടോ. ആ ഒരു കൺവേർഷൻ ഒക്കെ പഠിച്ചോണം. മീറ്റർ, നാനോമീറ്റർ, മൈക്രോമീറ്റർ, പൈക്കോമീറ്റർ, ആങ്സ്ട്രോം, ഇതെല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു കൺവേർഷൻ പഠിച്ചോണം. ഇവിടെ പൈക്കോമീറ്റർ, ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാല് ദറ്റ് ഈസ് 10⁻12 മീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ A0ന്റെ വാല്യൂ. മീറ്ററിലുള്ള A0ന്റെ വാല്യൂ ഇതാണ്. ഇസ് ഈക്വൽ ടു 10⁻12 മീറ്റർ ഇൻറ്റു എന്നിന്റെ വാല്യൂ എന്താ? ഇവിടെ ബോർ റേഡിയസ് എന്ന് പറഞ്ഞാൽ n is equal to 1 ആണ്. ദറ്റ് ഈസ് 1 സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര? 52.9 into 10⁻12. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? 10⁻12 എന്നൊരു ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന പവേഴ്സ് എന്തൊക്കെയാണ്? 5.52.9. അപ്പൊ 5 സംതിങ് വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും അല്ല. ദെൻ പവേഴ്സ് നോക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 52.9 into 10⁻12 ആണ് കറക്റ്റ് ആൻസർ. അത് താഴെ കൊടുത്തിരിക്കുന്ന ഈ 2 വാല്യൂസിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 10⁻12 നമുക്ക് എങ്ങനെ എഴുതാം? 5.29 into 10⁻11 എന്ന് എഴുതിക്കൂടെ? 11 മീറ്റർ എന്ന് എഴുതിക്കൂടെ? ഒരു പോയിന്റിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? മീറ്റർ. 10⁻⁻, അതായത് 5.29 into 10⁻11 മീറ്റർ ആണ് എന്ത്? ബോർ റേഡിയസിന്റെ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാം? ബോർ റേഡിയസ് is equal to രണ്ട് വാല്യൂസ് 5.29 into 10⁻11 മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 52.9 into 10⁻12 മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 52.9 പൈക്കോമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും വാല്യൂസിൽ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ 0.529 ആങ്സ്ട്രോം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസിലാണ് നമുക്ക് ബോർ റേഡിയസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളുടെ ആൻസർ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതിന്റെ ആൻസർ 4 ഓപ്ഷനിലേക്ക് നോക്കണം. നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് ഏതാന്ന് നോക്കണം. പവേഴ്സ്, 10ന്റെ പവേഴ്സ് ഏത് റേഞ്ചിലാണെന്ന് നോക്കണം. എന്നിട്ട് വേണം നമ്മുടെ വാല്യൂമായിട്ട് അടുത്ത് വരുന്ന വാല്യൂസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി മറക്കോ ഈ ഒരു ഇക്വേഷൻ? റേഡിയസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? Rn is equal to A0 into n സ്ക്വയർ അല്ലെ? അപ്പൊ എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിപ്പിച്ച, അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഒരു
പെർട്ടിക്കുലർ ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതായിരുന്നു? മൈനസ് പറഞ്ഞോ മൈനസ് RH × 1/n². ഇക്വേഷൻ പഠിച്ചത് മറന്നോ? എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് എനർജിക്ക് വന്നതെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. മൈനസ് RH × 1/n² ആണ്. ഇവിടെയും n എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അല്ലെങ്കിൽ ഏത് ഓർബിറ്റിലാണോ ആ ഇലക്ട്രോൺ ഇരിക്കുന്നത് ആ ഓർബിറ്റിന്റെ എണ്ണമാണ് എന്ത് n കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ മറക്കാൻ പാടില്ല. ഫസ്റ്റ് എനർജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2.18 ജൂളും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് -2.18 ജൂളും അതുപോലെ തന്നെ ബോർ റേഡിയസിന്റെ വാല്യൂ ഓക്കെ 5.29 10⁻⁻⁻. അത് നമ്മള് പവറും കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഓക്കെ, പവർ നമുക്ക് പല രീതിയിൽ തരാം. 10⁻11 തരാം, -12 തരാം, ദെൻ 10⁻10 ആങ്സ്ട്രത്തിൽ തരാം. ആങ്സ്ട്രം ആകുമ്പോൾ 0.529 ആങ്സ്ട്രം എന്ന് വരും. അത്രയും ആൻസർ 10⁻10 മീറ്റർ എന്ന് വരും. അപ്പോൾ പല യൂണിറ്റ് നമുക്ക് പല രീതിയിൽ മാറ്റി ചോദിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ നോക്കുക, എന്നിട്ട് നമ്മുടെ ഓപ്ഷനിൽ ഏതൊക്കെയാണോ യൂണിറ്റ് തന്നിരിക്കുന്നത് യൂണിറ്റ് നോക്കുക, അതിലേക്ക് നമ്മൾ നമ്മുടെ ഇക്വേഷനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക. സിമ്പിൾ കൺവേർഷൻ ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് അറിയോ ഓരോ കൺവേർഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഓക്കെ, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളത് ഫിസിക്സിൽ പഠിക്കുന്നല്ലേ? ഫിസിക്സിൽ ആക്ച്വലി അത് പഠിക്കുന്നുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഉള്ള ചാപ്റ്ററിൽ അത് പഠിക്കുന്നുണ്ട്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? പറഞ്ഞേ, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 10⁻². 10⁻² മീറ്റർ. അപ്പൊ നമുക്ക് സെന്റിമീറ്റർ തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻3. 10⁻3 മീറ്റർ. അതായത് ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ? ഒരു മീറ്ററിനെ ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി മില്ലിമീറ്ററിലാണെങ്കിൽ അതിനെ മീറ്റർ. SI സിസ്റ്റം എന്താണ്? SI യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. ലെങ്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം വരുന്നതാണ് 1 മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ മ്യൂ കൊണ്ടിട്ടാണ് കേട്ടോ റെപ്രസെന്റ്. മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ ഇല്ലേ, മൈക്രോ. അപ്പോൾ ഇതിനെ നമ്മൾ മൈക്രോമീറ്റർ എന്നാണ് പറയുന്നത്. 1 മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്നറിയോ? 1 മൈക്രോമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര മീറ്റർ ആണ്? 10⁻6. യെസ്, 10⁻6 മീറ്റർ ആണ്. അപ്പൊ ആ ക്വാണ്ടിറ്റി നമ്മൾ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത വരുന്ന ഏതാ? 1 നാനോമീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? നമുക്ക് നോർമലി വേവ് ലെങ്തുകളെല്ലാം എന്തിലാണ് തരുന്നത്? നാനോമീറ്ററിലാണ്. അപ്പോൾ വേവ് ലെങ്തിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നാനോമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 10⁻9 മീറ്റർ ആണ്. 1 നാനോമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻9 മീറ്റർ ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ 1 ആങ്സ്ട്രോം ആണ്. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 10⁻10 മീറ്റർ ആണ്. 10 മീറ്റർ ആണ്. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ആണ്. നമുക്ക് നോർമലി റേഡിയസിന്റെ മെഷർമെന്റ് നമുക്ക് അല്ലെ ഓർബിറ്റിന്റെ റേഡിയസ് ഇല്ലേ, ഓർബിറ്റിന്റെ റേഡിയസ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ റേഡിയസ് ഒക്കെ നമുക്ക് നോർമലി ആങ്സ്ട്രത്തിലാണ് തരുന്നത്. കാരണം ആങ്സ്ട്രോം 10⁻10 മീറ്റർ റേഞ്ചിലാണ് ഒരു ആറ്റത്തിന്റെ റേഡിയസിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസിന്റെ ഒക്കെ നമുക്ക് തരുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആങ്സ്ട്രത്തിലായിരിക്കും. ഞാൻ അതിനുശേഷം വരുന്നതാണ് പൈക്കോമീറ്റർ. ഇപ്പൊ പറഞ്ഞാണ് 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻12 മീറ്റർ ആണ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ 1 പൈക്കോമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻12 മീറ്റർ ആണ്. ശേഷം വരുന്നതാണ് 1 ഫെംറ്റോമീറ്റർ. എത്രയാണെന്നറിയോ? 1 ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? അറിയില്ല. 10⁻15. 10⁻15. അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ റേഡിയസ് ഒക്കെയാണ് കേട്ടോ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അറിയാമോ നിങ്ങൾക്ക്? വളരെ ചെറിയ സംഭവമാണ് ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിന്റെ റേഡിയസിന്റെ റേഞ്ച് ആണ് 10⁻15. ആറ്റത്തിന്റെ റേഡിയസ് ആണ് 10⁻10 റേഞ്ചിൽ വരുന്നത്.
ഓക്കെ, ആറ്റത്തെക്കാൾ ചെറുതാണ്. ആറ്റത്തിൽ വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമല്ലേ ന്യൂക്ലിയസ് ഉള്ളൂ. അപ്പൊ ന്യൂക്ലിയസ് അത്രത്തോളം ചെറുതാണ്. അപ്പൊ ഇത്രയും കൺവേർഷൻ ആണ് നമുക്ക് ആക്ച്വലി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല നമ്മളെ ആക്ച്വലി ഇത് നമ്മുടെ +2 ടോപ്പിക്കാണ്. യൂണിറ്റ് ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഈ കൺവേർഷനും SI സിസ്റ്റത്തിലെ യൂണിറ്റ്, CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഒരു കൺവേർഷൻ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത് നമ്മൾ SI സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. അത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾക്ക് SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. നിങ്ങളിപ്പം ഫിസിക്സിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആക്സിലറേഷൻ, അതുപോലെയുള്ള ടൈം ഓഫ് പീരീഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമ്മൾ SI സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫോഴ്സിനുമായിട്ട് അസോസിയേറ്റഡ് ഇക്വേഷൻ ഒക്കെ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിനെയും SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ലെങ്ത് എവിടെയൊക്കെ വരുന്നു, അപ്പൊ ഈ മെയിൻലി നമുക്ക് സെന്റിമീറ്റർ, ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സെന്റിമീറ്റർ മില്ലിമീറ്ററും ആണ്. കെമിസ്ട്രിയിലാണ് നാനോമീറ്റർ, ആങ്സ്ട്രം, പൈക്കോമീറ്റർ, ഇത്രയും വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇത്രയും കൺവേർഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണോ? ഇത് കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. കാണാതെ പഠിക്കേണ്ട വാല്യൂസ് ആണ്, കൺവേർഷൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അത് നമ്മുടെ +2 ലെവൽ എക്സാം ആയിരുന്നു കേട്ടോ. +2 ആയിരുന്നു മിനിമം ക്വാളിഫിക്കേഷൻ. മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ ലാബുകളിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് എക്സാം ആയിരുന്നു അത്. ദി ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ആൻ എനർജി ലെവൽ ഡെസിഗ്നേറ്റഡ് ബൈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഇസ് ഈക്വൽ ടു ഡാഷ്. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ്? അതായത് നമ്മുടെ കയ്യിൽ n നമ്പർ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ n ആണ്. അങ്ങനെയെങ്കിൽ അതിന് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? പറഞ്ഞേ. 2n². ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആണ് ചോദിച്ചത്. n-1 ആണോ മാഡം? അല്ല, അത് ഞാൻ നിങ്ങൾക്ക് MCQ ഇട്ടതല്ലേ. അത് MCQലോ ക്ലാസ്സിലോ എപ്പോഴോ ഞാനിത് ലാസ്റ്റ് ക്ലാസ്സിലാണ്. ഒന്നെങ്കിൽ ഞാൻ MCQ ഇട്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. n² ആണ് ആൻസർ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓർബിറ്റൽ, നമ്പർ ഓഫ് ഓർബിറ്റൽ ആണ്. പിന്നെ എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ്. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് ഓർബിറ്റലിന്റെ എണ്ണമാണ് എന്ത്? n². പക്ഷെ അവിടെ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? 2n². കാരണം ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളും. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ n = 3 ആണെങ്കിൽ, ഞാൻ ഈ സെയിം എക്സാമ്പിൾ തന്നെ പറയാം. n = 3 ആണെങ്കിൽ ഇതിന്റെ ഓർബിറ്റൽ, അപ്പൊ n = 3 ആകുമ്പോൾ വരുന്ന നമ്മുടെ ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള എനർജി ലെവൽ എങ്ങനെയാ? 1s, 2s, 2p, തന്നെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ. 2px, 2py, 2pz. ഇപ്പൊ 1i, 2i. then അടുത്ത ആരാ? 3s, then 3p, 3px, 3py, 3pz. എത്രയായെന്ന് നോക്കിക്കേ. മൊത്തത്തില് 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഓർബിറ്റലാണ്. അതായത് 3² അല്ലേ? 3² ആണ് എന്ത്? 9 എന്ന് പറയുന്നത്. അപ്പൊ 9 ഓർബിറ്റലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ 1s ഓക്കെ ആണ്, 2 ആണെങ്കിൽ 2s-ഉം 2p വരും, 3 ആണെങ്കിൽ 3s, 3p, 3d വരണ്ടേ? പക്ഷെ നമ്മള് എനർജി ലെവൽ അനുസരിച്ച് നമ്മൾ എങ്ങനെയായിരുന്നു? 1s, 2s, 2p, 3s, 3p കഴിഞ്ഞാൽ 4s അല്ലേ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാൽ അതിലെ ഹയസ്റ്റ് നമ്പർ ഏതാണോ അതാണ് അതിന്റെ ക്വാണ്ടം നമ്പർ. അപ്പൊ നമ്മൾ 4s വന്നു കഴിഞ്ഞാൽ ക്വാണ്ടം നമ്പർ എന്തായിട്ട് മാറും? n = 4 ആയിട്ട് പോകും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഇപ്പം =3 ഉള്ളൂ. 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടം വരെ എഴുതാൻ പറ്റൂ. 3d എഴുതാൻ പറ്റില്ല. കാരണം എന്താ? 3dക്ക് തൊട്ട് മുന്നേ നമുക്കൊരു 4s എന്നൊരു ഓർബിറ്റൽ ഉണ്ടല്ലേ. അപ്പൊ 4s ഓർബിറ്റൽ വരുന്നത് കൊണ്ട് ഹയസ്റ്റ് നമ്പർ നമ്മൾ എഴുതുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഹയസ്റ്റ് നമ്പർ ഏതാണ്, ഹയസ്റ്റ് ഹോൾ നമ്പർ ഏതാണോ, ഇൻറ്റിജർ ഏതാണോ, അതായിരിക്കും അതിന്റെ n വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3d എഴുതുവാണെങ്കിൽ അത് തൊട്ട് മുന്നേ വരുന്ന 4s വരുന്നത് കൊണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 ആയിട്ട് പോകും. അപ്പോൾ n = 3 വരുമ്പോൾ നമുക്ക് 3p വരെയുള്ള ഓർബിറ്റൽസ് ഫിൽ ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് എഴുതി നോക്കിയാലും മതി നിങ്ങൾക്ക് എത്ര ഓർബിറ്റൽസ്, മാക്സിമം എത്ര ഓർബിറ്റൽസ് കിട്ടും എന്നുള്ളത് അങ്ങനെ മനസ്സിലാവും. അപ്പോൾ
നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? എൻ സ്ക്വയർ. ഓക്കെ, അപ്പൊ കണ്ട തെറ്റ് വരുന്ന ഇവിടാണ്. നമുക്ക് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണെങ്കിൽ ആ പെർട്ടിക്കുലർ എനർജി ലെവൽ, അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി ലെവൽസ് എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. ഇനി അതല്ല നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എനർജി ലെവൽ ഡെസിഗ്നേറ്റഡ് ബൈ എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് ചോദിക്കുവാണെങ്കിൽ അത് അന്നേരം എന്തായിരിക്കും? 2n സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടുവാണെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എൻ സ്ക്വയറും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? 2n സ്ക്വയറും ആയിരിക്കും. അതായത് നമുക്കറിയാം ഒരു ഓർബിറ്റലിൽ അല്ലെ ഒരു സബ് ലെവലില് അതായത് സബ് ഷെല്ലിൽ ഓർബിറ്റലിന്റെ ഓരോ ബോക്സിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ കൊള്ളും? മാക്സിമം 2 ഇലക്ട്രോണിനാണ് കൊള്ളും. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ടോ അതിന്റെ ഇരട്ടി ഇലക്ട്രോൺസുകളല്ലേ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയറും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണെങ്കിൽ അത് 2n സ്ക്വയറും ആണ്. ഇനി തെറ്റിക്കത്തില്ലല്ലോ. ഇത് റീസെന്റ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ +2 ലെവൽ ആയിരുന്നു. നിങ്ങൾ പലരും എഴുതി കാണുമല്ലോ എക്സാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ നോട്ട്സ് അല്ലാതെ തന്നെ നമ്മൾ NCERT ടെക്സ്റ്റ് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ NCERT ടെക്സ്റ്റിലെ ബോക്സിലായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ നോട്ട്സ് മാത്രം പഠിച്ചാൽ പോരാ, ടെക്സ്റ്റും കൂടി വായിക്കണം ഞാൻ എപ്പോഴും പറയും. അപ്പൊ NCERT ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിലെ ബോക്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ചേർത്ത് വേണം വായിക്കാനായിട്ട് കേട്ടോ. ബോക്സിൽ അത് നമ്മൾക്ക് ഒരു +2 പഠിക്കുന്ന സ്റ്റുഡന്റിനാണെങ്കിൽ ബോക്സിലെ കാര്യം പഠിക്കേണ്ട ആവശ്യമില്ല, ബാക്കി നോട്ട്സ് പഠിച്ചാൽ മതി. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഏത് അറ്റത്തുനിന്ന് വേണമെങ്കിലും ചോദിക്കാം. ബോക്സിലുള്ളതും ആ ടെക്സ്റ്റ് കംപ്ലീറ്റ്, ഒരു ചാപ്റ്റർ ആകുമ്പോൾ ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിക്കണം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും, റിവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ആകുമ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ വായിച്ചു വെക്കണം. ആ ടെക്സ്റ്റ് എടുത്ത് തന്നെ, ടെക്സ്റ്റ് നമുക്ക് ഓൺലൈനിൽ കിട്ടുമല്ലോ, നെറ്റിൽ അവൈലബിൾ ആണ്, ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് കിട്ടും PDF. ടെക്സ്റ്റ് ആ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് ഇപ്പൊ ഏറ്റവും അടുപ്പിച്ച് നടന്നൊരു എക്സാം ആണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ, അതും +2 ലെവൽ എക്സാം തന്നെയായിരുന്നു. അതിലെനിക്ക് തോന്നുന്നു ഫിസിക്സും ബയോളജിയും ഒക്കെ കുറച്ച് നല്ല എളുപ്പമായിരുന്നു. കെമിസ്ട്രി മാത്രമേ ഉള്ളൂ ചെറിയൊരു ഇത്തിരി ടഫ് വന്നുള്ളൂ. കെമിസ്ട്രി, ബാക്കി ഫിസിക്സ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലറിയാം, ഫിസിക്സും ബയോളജിയും നല്ല എളുപ്പമായിരുന്നു. പക്ഷെ കെമിസ്ട്രി ആണ് കുറച്ച് പാടാക്കി വിട്ടത്. ഓക്കെ, വിച്ച് എക്സ്പെരിമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഏതാണ്? ഓപ്ഷൻ എ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്, ഓപ്ഷൻ ബി മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്, ആൻഡ് ഓപ്ഷൻ സി റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നറിയോ? ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് മെത്തേഡ് ആണ്. അതായത് എന്താ ഓപ്ഷൻ എ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്? എന്താ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തത് ആരാണ്? JJ തോംസൺ ആണ് ആ എക്സ്പെരിമെന്റ് ചെയ്തത്. ആക്ച്വലി ആ എക്സ്പെരിമെന്റ് നമ്മൾ ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന എക്സ്പെരിമെന്റ് ആണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. നമ്മൾ ആക്ച്വലി ഇലക്ട്രോൺസിന്റെ ചാർജ് കണ്ടുപിടിക്കുന്നതാണ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പോ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ് കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? ആർക്കും അറിയില്ലേ? മറന്നുപോയോ? ഓക്കെ, ഞാൻ പറയാം. ഇലക്ട്രോണിന്റെ ചാർജ്, ഈ വാല്യൂ കാണാതെ പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ കെമിസ്ട്രിയിലേക്കാളും ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ഫിസിക്സിലാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ, അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെയുള്ള ആദ്യത്തെ +1 ആദ്യത്തെ 2-3 ചാപ്റ്റർ ഉണ്ടല്ലോ +2 അതിൽ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് വാല്യൂ കാണാതെ പഠിക്കണം. ദറ്റ് ഈസ് ഇലക്ട്രോൺ ചാർജ് ഈക്വൽ ടു, നമുക്കറിയാം ഇലക്ട്രോണിന് ചാർജ് നെഗറ്റീവ് ചാർജ് ആണല്ലേ. അപ്പൊ -1.602 ഇൻറ്റു 10⁻⁻19 കൂളോംബ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, മില്ലിക്കൻസിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇലക്ട്രിക്കൽ കണ്ടൻസർ ഉണ്ട്. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ കണ്ടൻസർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് അപ്പം ഈ ഒരു എക്സ്പെരിമെന്റിന് മുന്നേ തന്നെ JJ തോംസൺ
ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ചാർജ് ടു മാസ് റേഷ്യോ അറിയാം. ഓക്കെ, ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നെ മാസ് കണ്ടുപിടിച്ചത്. പിന്നെ അതിൽ നിന്ന് വേറെ ഈ ഒരു നമ്മുടെ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴിയിട്ടാണ് നമുക്ക് ഈ ചാർജിന്റെ കറക്റ്റ് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു അറ്റോമൈസർ വെച്ചിട്ടുണ്ട്. അറ്റോമൈസർ എന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ആറ്റം ലെവലിലേക്ക് കൊണ്ടുവരാം. നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഇവിടെ ഇരിക്കുവാണ്. ആ ഓയിലിനെ ഒരു അറ്റോമൈസർ വെച്ചിട്ട് സ്പ്രേ ചെയ്യുവാണ്. ഇതിന്റെ നടുക്ക് ജസ്റ്റ് ഒരു പ്ലേറ്റ് ഉണ്ട്, ഒരു ഇലക്ട്രോ പ്ലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോ പ്ലേറ്റ് ഉണ്ട്. അതിലൊരു ചെറിയൊരു ഹോൾ ഉണ്ട്. അപ്പൊ ആ ഹോളിൽ കൂടെ നമ്മൾ അറിയാലോ ഈ ഓയിൽ ഡ്രോപ്പിനെ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുമ്പോൾ എന്താ അതിന്റെ സൈസ് കുറയുമല്ലോ, അത്ര അറ്റോമിക് സൈസിലേക്ക് അതിനെ സ്പ്രേ ചെയ്യും. അറ്റോമൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അറ്റോമൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്ത് ആറ്റത്തിന്റെ സൈസ് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ ഹോളിലൂടെ, വളരെ ചെറിയ ഹോളാണ്, ആ ഹോളിലൂടെ ഒരു ഓയിൽ ഡ്രോപ്പ് താഴെ വന്നു. അപ്പൊ ഇവിടുത്തെ ഈ ഒരു സെക്ഷനിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ടെലസ്കോപ്പ് വെച്ച്, ടെലസ്കോപ്പ് അല്ലെ നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെ ആ സംഭവം നോക്കുന്നത്. ഇവിടെയാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ പീസ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഒരു ഓയിൽ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് എക്സ്റേ അടിച്ചു കൊടുക്കുക. അതായത് ഈ ഒരു ചേംബർ ഉണ്ട്, ഈ രണ്ടാമത്തെ ചേംബറിലേക്ക് നമ്മൾ ഈ എക്സ്റേ കടത്തിയിടും. എക്സ്റേ കടത്തി വിടുമ്പോൾ അത് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻ, ഒരു എനർജി ഉള്ള റേഡിയേഷൻ ആണല്ലോ. ഈ ഓയിൽ ഡ്രോപ്പിന് ചുറ്റുമുള്ള എയറിനെ അത് അയണൈസ് ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ ഈ എയറിനെ നമ്മൾ ചാർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ആ എയറിന്റെ ചാർജ് ആർക്കും കൂടി കിട്ടും, ഈ ഓയിലിനും കൂടി കിട്ടും. അപ്പം ഈ ഓയിൽ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ താഴേക്ക് വന്നതാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇലക്ട്രിക് ചാർജ് വന്നത്. അപ്പം എയറിന് ചാർജ് കിട്ടിയപ്പോൾ ആ എയറിന്റെ ചാർജ് ആർക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തു? ഈ ഓയിലിനും കൂടി കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓയിൽ ഒരു പെർട്ടിക്കുലർ ചാർജ് കിട്ടിയല്ലോ. ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഓയിലിന്റെ താഴേക്ക് വരുന്ന സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കാം. അപ്പോൾ താഴേക്ക് വരുന്ന സ്പീഡും എല്ലാം ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പൊ ആ പെർട്ടിക്കുലർ സ്പീഡ് ഒബ്സർവ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? ചാർജ്. അതായത് ഈ പറഞ്ഞ ഇതിന്റെ സ്പീഡ് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്യൂ ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ക്യൂവുമായിട്ട് പ്രൊപ്പോർഷൻ, അതായത് ക്യൂവിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഇലക്ട്രോണിന്റെ ചാർജിന്റെ n നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ആണെന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക്, അല്ലെങ്കിൽ ഓരോ ഓയിൽ ഡ്രോപ്പിന്റെയും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുവാണെങ്കിൽ നമ്പർ ഓഫ് ഓയിൽ ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതായത് ഈ ഐ പി എസിലൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഓയിൽ ഡ്രോപ്സ് കാണാൻ പറ്റും. ആ നമ്പർ ഡിവൈഡ് ചെയ്തേ നമുക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. അപ്പൊ അങ്ങനെ ഈ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഫൈനലി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതാണ് ആക്ച്വലി മുല്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും ഫൈനലി കണ്ടുപിടിച്ച വാല്യൂ ആണ്, ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ ആണെന്ത് -1.602 into 10⁻⁻19 കൂളോംബ്. ഈ വാല്യൂ എപ്പോഴും ഓർത്തിരിക്കണം. നമുക്ക് ഇത് മാത്രമായിട്ട് വേണമെങ്കിലും എക്സാമിൽ ചോദിക്കാം. ഈവൻ LD ക്ലർക്കിന്റെ എക്സാംസിന് വേണമെങ്കിലും ചോദിക്കാം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? നെഗറ്റീവ് എന്ന് എടുത്ത് പറയണേ, കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. പ്രോട്ടോണിനാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. ഓക്കെ, ഈ റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്തിന്റെ ആയിരുന്നു? റൂദർഫോർഡ് ആറ്റം മോഡൽ കണ്ടുപിടിച്ചില്ലേ? നമുക്ക് 3 ഒബ്സർവേഷൻസും 3 കൺക്ലൂഷൻസും ഒക്കെ വെച്ചിട്ട് ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് റൂദർഫോർഡിന്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് JJ തോംസന്റെ എക്സ്പെരിമെന്റ് ആയിരുന്നു. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2019 സാനിറ്ററി കെമിസ്ട്രിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. What is the designation is given to a sublevel having n is equal to 1 and n is equal to 4 and l is equal to 1? ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അതെ, അത് സംശയം എന്താ? ഓപ്ഷൻ എ തന്നെയാണ്. എങ്ങനെയാ വരുന്നത്? നമുക്ക് n is equal to 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 എന്ന് കിട്ടി. നമുക്ക് ഇതുകൊണ്ടല്ല കാര്യം, എന്ത് വെച്ചിട്ടാണ്? എല്ലിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് ഓർബിറ്റൽ എന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെ? എല്ലിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ വിച്ച് കറസ്പോണ്ട്സ് ടു എസ് സബ്ഷെൽ, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ വിച്ച് കറസ്പോണ്ട്സ് ടു പി സബ്ഷെൽ, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്, അല്ലെ? ഇത് നമ്മൾ കാണാതെ പഠിക്കുന്നതാണ് ഈ വാല്യൂസ്. അപ്പോൾ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ വിച്ച് കറസ്പോണ്ട്സ് ടു ഏത് ഓർബിറ്റൽ ആണ്? പി സബ്ഷെൽ ആണ്, അല്ലെ? പി സബ്ഷെൽ ആണ്. അപ്പോൾ
കറക്റ്റ് നൊട്ടേഷൻ എങ്ങനെയാണ്? കറക്റ്റ് നൊട്ടേഷൻ 4p എന്നിടാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എമ്മിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് 4p z എന്ന് വരാം. ഓക്കെ, 4p z എന്ന് വരാം. ഇനി എമ്മിന്റെ വാല്യൂ -1 ആണെങ്കിൽ നമുക്ക് അതിനെ 4p x എന്നോ 4p y എന്നോ പറയാം. അത് ഡിപ്പെൻഡ്, നമ്മളത് നോക്കുന്ന ആംഗിൾ അനുസരിച്ചിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സ് വേണോ വൈ വേണോ എന്നുള്ളത്. ഓക്കെ, വേറെ എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. n is equal to 5, l is equal to 0 and m is equal to 0. ഏത് ഓർബിറ്റിൽ വരും? 5, l is equal to പറഞ്ഞോ 5s അല്ലേ? 5s ആണ് വരുന്നത്. ഓക്കെ, 5s ആണ് വരുന്നത്. നമുക്കറിയാം l is equal to 0 വരുമ്പോൾ അത് ഏത് ഓർബിറ്റ്, ഏത് സബ്ഷനിലാണ്? s സബ്ഷനിലാണ്. അടുത്തൊരു എക്സാമ്പിള്, n is equal to 4, l is equal to 3 ആണെങ്കിൽ അത് ഏത് വരും? n is equal to 4, l is equal to 3 ആണെങ്കിൽ which corresponds to 4f. ഓക്കെ, 4f എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പം, നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. എല്ലിന്റെ വാല്യൂസ് പഠിച്ചാൽ മതി. നമ്മളിപ്പോ എല്ലിന്റെ വാല്യൂ പഠിച്ചാൽ മതി. ചില കേസിൽ എമ്മിന്റെ വാല്യൂ ഇട്ട് തരും. പക്ഷെ ഞാൻ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് എനിക്ക് എമ്മിന്റെ വാല്യൂ ഇട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലിന്റെ വാല്യൂ എന്തായാലും പഠിച്ചു, അറ്റ്ലീസ്റ്റ് എല്ലാം ഉറപ്പായിട്ടും അത് പഠിച്ചേ പറ്റും. ഷുവറായിട്ടും എല്ലിന്റെ വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ് ലെവലുകൾ ഏതാണെന്നും കൂടി പഠിച്ചു വെച്ചേക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ളതാണ്. According to Hund's rule, the number of unpaired electrons in nitrogen atom is dash. Hund's rule എന്ന് പറഞ്ഞാൽ എന്താ? ആരും അപ്പൊ അന്നുള്ളതൊന്നും പഠിക്കുന്നില്ലേ? പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോ. എവിടെയെങ്കിലും ചെറിയ ഓർമ്മയെങ്കിലും ഉണ്ടോ എന്താ Hund's rule എന്നുള്ളത്? പേരെടുത്ത് വിളിക്കണോ ഇനി? ഈ ഓർബിറ്റൽസ് എല്ലാം ഹാഫ് ഫില്ലായിട്ട് മാത്രമേ പിന്നെ പെയർ ചെയ്ത് തുടങ്ങും. അത് തന്നെ. ഓക്കെ, അതിൽ സിംഗിളി ഓർബിറ്റലുകളെല്ലാം സിംഗിളി ഫിൽ ആയതിനു ശേഷം മാത്രമേ അതിനെ നമ്മൾ പെയർ ചെയ്യത്തുള്ളൂ. ദ പെയറിംഗ് ഡസ് നോട്ട് ഒക്കേഴ്സ് അണ്ടിൽ ഈച്ച് ഓർബിറ്റൽസ് ആർ സിംഗിളി ഫിൽഡ് അല്ലേ? അതാണ് Hund's rule എന്ന് പറയുന്നത്. ഓരോ ഓർബിറ്റലുകളും ഒരു ഹാഫ് ഫിൽഡ് സിംഗിളി ഫിൽ ചെയ്തതിനു ശേഷം മാത്രമേ അതിനെ നമ്മൾ പെയർ ചെയ്യത്തുള്ളൂ. അപ്പം അതിനനുസരിച്ച് അക്കോർഡിംഗ് ടു Hund's rule ആണെങ്കിൽ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നൈട്രജന്റെ അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പൊ നൈട്രജന്റെ എന്ത് അറിഞ്ഞിരിക്കണം നമ്മള്? നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. അപ്പോ നൈട്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണമെങ്കിൽ ഫസ്റ്റ് നൈട്രജൻ എന്തറിയണം? അറ്റോമിക് നമ്പർ അറിയണം. നൈട്രജൻ അറ്റോമിക് നമ്പർ എത്രയാ? 7 ആണ് നൈട്രജന്റെ അറ്റോമിക് നമ്പർ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞോ, എഴുതി നോക്കിക്കോ. 1s2 1s2 2s2 2p. ഓക്കെ, 2p3 എന്ന് നമ്മൾ വരയ്ക്കും. ഓക്കെ, 2p3 എന്ന് എഴുതും. പക്ഷെ ആക്ച്വലി നമ്മൾ വരയ്ക്കുമ്പോഴെങ്ങനെ? ആക്ച്വലി നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: 2px 2py 2pz ആണല്ലേ. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓരോ ഓർബിറ്റിലും സിംഗിളി ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പെയർ ചെയ്യത്തുള്ളൂ. അപ്പൊ സിംഗിളി ഫില്ല് ചെയ്തു, ഇനി പെയർ ചെയ്യാൻ നമുക്ക് ഇനി ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല, കാരണം അപ്പോഴേ തന്നെ ഓൾറെഡി 7 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. അപ്പോൾ 2px1 2py1 2pz1 അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെറിയൊരു ആറ്റോമിക് നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വലിയതാണെങ്കിൽ നിങ്ങൾ നീട്ടിപ്പിടിച്ച് എഴുതാൻ നിൽക്കേണ്ട. ഫൈനൽ അവസാനത്തെ ആ ഒരു ബോക്സ് മാത്രം വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, നമ്മളത് 3D വരുമ്പോഴും നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കും. ഡി ബ്ലോക്ക് എലമെന്റ്സ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബോക്സ് വരച്ച് പഠിക്കുന്നത്. അപ്പൊ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജനില്? 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. അതാണ് ഇതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണുള്ളത്. ഈ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഇപ്പൊ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസുകൾക്ക് എക്സ്ട്രാ എനർജി ആണ് അല്ലേ? അവർ കുറച്ചും കൂടി എക്സ്ട്രാ എനർജി അല്ല, എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അവർക്ക് എനർജി കുറവായിരിക്കും. അത് എന്തൊക്കെ കൊണ്ടിട്ടാണ്? സിമെട്രി അല്ലെ? കറക്റ്റ് ഒരു സിമെട്രി, ഓർബിറ്റൽ സിമെട്രി ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എനർജി, ഇലക്ട്രോൺസുകളെ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓരോ സബ്ഷെല്ലുകൾ ഈ ഒരു ഓരോ ഓർബിറ്റലുകളിലേക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് എനർജിയും ഉണ്ട്, അതുപോലെ തന്നെ സിമെട്രിയും ഉണ്ട്. അതുകൊണ്ടിട്ടാണ്
എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു വഴിയുണ്ട്. നമ്മൾ 1-2 വട്ടം തന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഹൺസ് റൂൾ ആണെന്നറിയാം. ഹൺസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസ് എല്ലാം സിംഗിളി ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ അതിനെ പെയർ ചെയ്യത്തുള്ളൂ. ഇവിടെ നൈട്രസിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നൈട്രസിന്റെ അറ്റോമിക് നമ്പർ അറിയണം, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് പി ഓർബിറ്റിൽ 3 സബ് ഓർബിറ്റൽ ഉണ്ടല്ലോ. പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിന് 3 ഓർബിറ്റലുകളുണ്ട്, പി എക്സ്, പി വൈ, പി സെഡ്. അതിന് 3ലും ഓരോ ഇലക്ട്രോൺസ് വീതം ടോട്ടൽ നമുക്ക് 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്.